ഹലോ ഹായ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് തുടങ്ങി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ഭാഗമാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. റെഗുലറായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യാം, നിങ്ങൾ PSCയിൽ നിന്ന് എല്ലാ മാർക്കുകളും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ദിവസം ഒരു ചാപ്റ്റർ എന്ന രീതിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി പഠനത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഓരോ വിഷയത്തിനും, അഥവാ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക്, എക്കണോമിക്സ് എടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒന്ന്, ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അതിനൊന്ന്. അപ്പം ഏതൊരു വിഷയമാണോ ആ ഒരു വിഷയത്തിന് ഒരു നോട്ട് ബുക്ക് തന്നെ ഫോളോ ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോട്ട് ബുക്ക് മാത്രം നോക്കി പഠിച്ചാൽ മതി. പല ഭാഗങ്ങളിൽ നിന്ന് ന്യൂസ് പേപ്പർ, ന്യൂസ് പ്രിൻ്റ് ഈ രീതിയിലൊക്കെ എഴുതിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ നൽകും. ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, ദിവസം ഒരു ക്ലാസ് ഉണ്ടാവും. നിങ്ങളെ ടൈമിനനുസരിച്ച് ക്ലാസ്സുകൾ കാണുക, നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഏത് ജോലിക്കാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ജോലിയിൽ നിങ്ങൾ എത്ര റാങ്ക് നിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പാഠഭാഗം 1 സാമൂഹ്യശാസ്ത്രമാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ PSCയിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ പ്രിലിമിനറി പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. +2 ആദ്യത്തെ ഘട്ട പ്രിലിമിനറി പരീക്ഷയിൽ. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. മുമ്പ് ചോദിച്ചിരിക്കുന്നത് പൊതുഭരണം എന്ന ഭാഗത്തിൽ നിന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം. ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ്, തുടക്കം തന്നെ PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ്. ഏതാണ്? കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന് പറയുന്നത്. ഓർത്തിരുന്നോളൂ, കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന കവിതയിൽ നിന്ന്. അപ്പം മുൻവർഷ ചോദ്യമാണ്, ഉദ്ബോധനം എന്ന് പറയുന്ന കവിത ആരുടേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുമാരനാശാൻ്റെത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി സ്വാതന്ത്ര്യം തന്നെ മൃത്യം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പരത്യം മാനികൾക്കും മൃതിയെന്ന് ഭയാനകം. യെസ്, അപ്പം ഇതാണ് ഒരു ശിലാഫലകത്തിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഏതിൽ നിന്നാണ്? യെസ്, നമ്മുടെ ഈ ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിൽ നിന്നെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ കുമാരനാശാൻ്റെ ഈ സ്മാരകം എവിടെയാണ്? നോട്ട് ചെയ്ത് വെച്ചോളൂ, കായ്ക്കര. ഓക്കെ, അപ്പം കായ്ക്കരയുള്ളത് എന്താണ്? കുമാരനാശാൻ്റെ സ്മാരകമാണ്. ഓക്കെ, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയിലെ സൂക്തങ്ങളാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു സ്ലൈഡിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ ഈ ഒരൊറ്റ ക്ലാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് നോക്കിയേ. ഉറപ്പാണ് നിങ്ങൾക്ക് ഇനി മാർക്കുകൾ നഷ്ടപ്പെടില്ല. പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നോക്കേണ്ടത് ഈ എൻലൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു വിപ്ലവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിലെ ശാസ്ത്ര രീതിയിലുണ്ടായിട്ടുള്ള ഭൗതിക ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനോദയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലെ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളെ ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ രൂപത്തിന് നൽകി. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ഇതാണ് എന്ത് പറയുന്നത്, ഈ ജ്ഞാനോദയം എന്ന് പറയുന്നത്. ജ്ഞാനോദയം എവിടുത്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ യൂറോപ്പിലെ ശാസ്ത്രരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്ര കാര്യം ഓർത്തിരിക്കുക. പിന്നീട് സ്ഥിരമായിട്ട് നമുക്ക് കാണുന്ന ഒരു ചോദ്യമാണ് അല്ലേ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടല്ലേ? PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണല്ലോ. ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നല്ലേ ചോദ്യം? അതെ, ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. മുൻവർഷ ചോദ്യം 2ാമത്തത്. ഓക്കെ,
അപ്പോൾ അമേരിക്കൻ റവല്യൂഷൻ ഏത് വർഷം മുതൽ ഏത് വർഷം വരെ? നോട്ട് ചെയ്ത് വെച്ചോളൂ. 22 മാർച്ച് 1765 മുതൽ 3 സെപ്റ്റംബർ 1783 വരെ നീണ്ടു നിന്ന യുദ്ധമാണ് ഏത് പറയുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇത് 3 സെപ്റ്റംബർ ആണ് കേട്ടോ. 3 സെപ്റ്റംബർ 1783. ഇത്രയും വർഷം നീണ്ടിരുന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടെ പറഞ്ഞോളാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനോദയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യൂറോപ്പിലെ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന്. ക്ലിയർ അല്ലേ? യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയതാണ്. യെസ്. ഇനി അമേരിക്കൻ വിപ്ലവത്തിൻ്റെ അത് പറഞ്ഞില്ലേ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ഇത് മൊത്തമായിട്ടുണ്ടായിരുന്നു. എത്ര ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 13 ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ വിപ്ലവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എത്ര ബ്രിട്ടീഷ് കോളനികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? 13 എന്ന് ഓർത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഈ 13 കോളനികളുടെ പേരും കൂടി എഴുതി വെക്കാം. ഏതെങ്കിലും കാലത്ത് PSC നല്ല സ്റ്റാൻഡേർഡായിട്ട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇതിൽ നിന്ന് ചുവടെ നൽകിയതിൽ അമേരിക്കൻ വിപ്ലവത്തിൽ പങ്കെടുക്കാത്ത കോളനി ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് ഇപ്പം ഈ ചോദ്യങ്ങളൊന്നും വരില്ല. ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഇത്രയും ഓവർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വടക്കേ അമേരിക്കയിലേക്ക് ഒരുപാട് ജനങ്ങൾ കുടിയേറ്റിയിട്ടുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ 13 കോളനികൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ജോർജിയ, സൗത്ത് കരോന, നോർത്ത് കരോന, മേരിലാൻഡ്, വെർജീനിയ, അങ്ങനെ ഒരുപാട്, പെൻസിൽവാനിയ, ന്യൂജേഴ്സി എന്നൊക്കെ പറയുന്നു. ഇത് ആരുടെ കീഴിലായിരുന്നു? പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ കീഴിലായിട്ടുണ്ടായിരുന്നത്. അവരായിരുന്നു ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. 1942 നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ വർഷം 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിട്ടുള്ള വടക്കേ അമേരിക്കയിലെത്തി ആരാ? ക്രിസ്റ്റഫർ കൊളംബസ്. ഓർത്തിരുന്നോളാം അല്ലേ? ക്രിസ്റ്റഫർ കൊളംബസ്. അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്തോ? ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പുള്ളി വിചാരിച്ച എന്താണ്? അത് ഇന്ത്യക്കാരാണെന്നാണ് പുള്ളി വിചാരിച്ചിട്ടുള്ളത്. പിൻകാലത്ത് ഈ അവിടുത്തെ ഇന്ത്യക്കാരെന്നറിയപ്പെടുന്നത് നമുക്കറിയാം റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്ത് പേരിൽ? റെഡ് ഇന്ത്യൻസ്. ഇംഗ്ലണ്ടിലെ എന്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിലെ ശ്രദ്ധിച്ചോളണം കേട്ടോ. അതാ മേഫ്ലവർ ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇതാ ഈ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യത്തെ കോളനി സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 13 കോളനികൾ ഉണ്ടായിരുന്നു. അതിലുള്ള ആദ്യത്തെ കോളനി സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ്? മേഫ്ലർ എന്ന് പറയുന്ന കപ്പലിലെത്തിയിരിക്കുന്ന ഇംഗ്ലീഷുകാരാണ്. ഇത് എന്തിനാണ് നമുക്കറിയേണ്ടതെന്ന് വെച്ചാൽ ഇവരെ അറിയപ്പെടുന്നത്, നമ്മൾ പറഞ്ഞു ഇവരാണ് ആദ്യത്തെ കോളനി സ്ഥാപിച്ചതെന്ന് പറഞ്ഞു അല്ലേ? അപ്പം ഇവരറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇതാ തീർത്ഥാടക പിതാക്കന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തീർത്ഥാടക പിതാക്കന്മാർ. അപ്പം ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അമേരിക്കൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1492 സ്പാനിഷ് ഗവൺമെൻറ് നാവികനായിട്ടുള്ള ഇനി ക്രിസ്റ്റഫർ കൊളംബസ് എവിടത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നേവി ഉദ്യോഗസ്ഥനാണില്ലേ, നാവികനാണ് സ്പാനിഷ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ കണ്ടുപിടിച്ചില്ലേ, എന്നപ്പം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഉള്ളവരെന്ത് ചെയ്തു? റെഡ് ഇന്ത്യൻസ് എന്ന് വിളിപ്പിച്ചു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമേരിക്കയിൽ ആദ്യത്തെ കോളനി സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ്? മേഫ്ലവർ എന്ന കപ്പലിൽ എത്തിയിട്ടുള്ള ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ. അവരെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പിൽഗ്രിംസ് ഫാദേഴ്സ് അഥവാ തീർത്ഥാടക പിതാക്കന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് എന്ത് ചെയ്തു? യൂറോപ്യന്മാരുടെ കുടിയേറ്റം വ്യാപകമായപ്പോൾ അവിടുത്തെ റെഡ് ഇന്ത്യൻസുകാർ എന്ത് ചെയ്തു?
അവർ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ആട്ടി ഓടിക്കപ്പെട്ടു. ഇതായിരുന്നു സംഭവം ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് നോക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഓർത്തിരിക്കുക. റെഡ് ഇന്ത്യൻസ് എന്ന് ഓർത്തിരിക്കുക. മേഫ്ലവർ എന്നത് ഓർത്തിരിക്കുക. തീർത്ഥാടക പിതാക്കന്മാർ അഥവാ പിൽഗ്രിംസ് ഫാദേഴ്സ് എന്ന് ഓർത്തിരിക്കുക. അവരാണ് ആദ്യത്തെ കോളനി ഉണ്ടാക്കിയിരിക്കുന്നത് ഓർത്തിരിക്കുക. 13 കോളനികൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ആ പേരും കൂടി ലിസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അവിടെ ഇംഗ്ലീഷുകാർ, നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനി ആക്കിയിട്ട് കണക്കാക്കി. എവിടെ ആ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയിട്ട് ആ 13 കോളനികളെയും എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളാക്കി കണക്കാക്കി ഇല്ലേ? അങ്ങനെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇംഗ്ലണ്ടുകാർ ഇവിടേക്ക് കോളനി വൽക്കരണം നടപ്പിലാക്കി. എങ്ങനെ? ബ്രിട്ടനിൽ നിന്നുള്ള, നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ്റെ കോളനി ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ബ്രിട്ടനിൽ നിന്ന് എങ്ങോട്ട് പോയിട്ട് ഈ അമേരിക്കയിലേക്കില്ലേ, അവരെ സാധനങ്ങളെല്ലാം കൂടി വിൽക്കുന്ന ഒരു ഏരിയ ആക്കിയിട്ട് മാറ്റി. എവിടെ? ഈ കോളനി, 13 കോളനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്ത്? അവരുടെ വിവിധ തരം കോളനി വൽക്കരണ നിയമങ്ങൾ അവിടെ ബാധകമാക്കി. അപ്പം ഒന്നാമത്തത് ഓർത്തിരുന്നോളാം, മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ. ഈ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക്, നമുക്കറിയാം ബ്രിട്ടൻ്റെ കോളനിയാണല്ലോ അമേരിക്ക. ഈ അമേരിക്കയിലെ ഈ 13 കോളനികളിൽ അവരുടെ ബ്രിട്ടൻ്റെ കമ്പോളവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന നിയമമാണ് എന്ത് പറയുന്നത്? ഈ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. PSC എങ്ങനെ ചോദിക്കാം? മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ആരുടെ മേൽ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിയമമാണ്? അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ, ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഓർത്തിരിക്കുക. ആര് നടപ്പിലാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? ബ്രിട്ടൻ നടപ്പിലാക്കിയിട്ടുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അപ്പം മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഉദാഹരണമായിട്ട് നോക്കിയേ, കോളനികളെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിൽ ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കണ്ടോ? ഒരാളെ അടിച്ചമർത്തുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലല്ലേ? അവിടെയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സൗകര്യം, അത്യാവശ്യ കാര്യങ്ങളും കോളനി നൽകണം. മനസ്സിലായില്ലേ? 13 കോളനികൾ നൽകണം എന്നതാണ്. അപ്പം മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ആരുടെ മേൽ ചെയ്യുന്നതാണ്? പറഞ്ഞോളണം, എൻ്റെ കൂടെ പറഞ്ഞേക്കണം. ബ്രിട്ടൻ ഇംഗ്ലീഷുകാരുടെ മേൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ഇനി ആരോടെങ്കിലും മറന്നു പോവോ? ഇല്ല, ഉറപ്പല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോൺസ്റ്റൺ ടീ പാർട്ടി. മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്നതാണ്. ബോൺസ്റ്റൺ ടീ പാർട്ടി ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 1773 ഡിസംബർ 16 എന്താണെന്നറിയാം? ഇംഗ്ലീഷ് ഗവൺമെൻറ് അഥവാ ബ്രിട്ടൻ ഗവൺമെൻറ്റിൻ്റെ തേയില മേൽ ഉയർന്നു വന്ന നികുതി ചുമത്തിയതിനെതിരായിട്ട്. അപ്പം ഒരുപാട് നികുതി നിയമങ്ങൾ ഇങ്ങനെ ബ്രിട്ടൻ ഇങ്ങനെ ഇംഗ്ലീഷുകാരെ നെഞ്ഞത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ സമയത്തുള്ളതാണ് ഈ ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഒന്നുമില്ല, തേയിലൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരെ ഒരുപാട് നികുതികൾ ഉപയോഗിച്ചു. ഇതിനെതിരായിട്ട് ഇംഗ്ലീഷുകാരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത്, ഇത് ബോസ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്? ബോസ്റ്റൺ തുറമുഖമാണ്, അതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത്. ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ട ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ കയറിയിട്ട് അതിലുണ്ടായിരുന്ന 342 പെട്ടികൾ, 342 എന്ത് പെട്ടികൾ? തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചേറുന്നു. ഇതാണ് ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് വരുന്നുണ്ടാകുന്ന ഓർത്തിട്ട് ഈ 342 എന്നുള്ള കാര്യം ഓർത്തിരുന്നോളണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1756 നമുക്കറിയാം ഇതുണ്ടായിട്ടുള്ളത്, ഇരുട്ടറ ദുരന്തം ഉണ്ടായിട്ടുള്ളത് അല്ലേ, 56. അപ്പം 1756 എന്ത് ചെയ്തിട്ട് ഈ ഇരുട്ടറ ദുരന്തം ഉണ്ടായിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എത്ര പേരെ അവരുടെ റൂമിൽ അടച്ചിട്ടു എന്ന് PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 342 എന്നുള്ള കാര്യം ഓർത്തിരുന്നോളാം. ചോദ്യങ്ങൾ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ ഉദ്ദേശം എന്താണ്? ചുമ്മാ പഠിച്ചു പോലാണോ? അല്ല,
ഒരു പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് പച്ചവെള്ളം പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ വിജയിച്ചോ, നിങ്ങൾ ഏത് ജോലിയിലാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആ ജോലിയുടെ അഡ്വൈസ് മെമ്മോ 6 മാസം കൊണ്ട് നിങ്ങളെ വീട്ടിലെത്തും. ഓക്കെ, അതാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത്. ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ്. 342. അപ്പം ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് വെച്ചാൽ ഡേറ്റ് ഓർത്തിരിക്കണം, 1773 ഡിസംബർ 16. ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ എവിടെ ഉള്ളവരാ ചെയ്തതാ? അമേരിക്കക്കാർ. ആർക്കെതിരെ? ബ്രിട്ടനെതിരെ. മനസ്സിലായില്ലേ? 342. ബോൺസ്റ്റൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു തുറമുഖമാണ്. അപ്പം ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ തേയിലമേൽ എന്തിൻ്റെ മേലാണ് ഈ ബോൺസ്റ്റൺ ടീ പാർട്ടി വന്നിട്ടുള്ളത്? ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ തേയിലമേൽ ഉയർത്തിയിട്ടുള്ള നികുതി ചുമത്തിയതിനെതിരായിട്ട് അമേരിക്കയിലുള്ള ശക്തമായിട്ട് പ്രതിഷേധമാണ് ഈ ബോൺസ്റ്റൺ ടീ പാർട്ടി എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? പഠിച്ചോ? ഓക്കെ. ഇനി മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്താണെന്ന് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരാണ് വ്യവസ്ഥകൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അതെന്താണെന്നുള്ള വിലയിരുത്തിയിട്ടുണ്ടല്ലേ, അത് പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതാ, മനുഷ്യൻ ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക് പറഞ്ഞിരിക്കുന്ന കോട്ടാണ്. മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യമല്ലേ? ആണ്. അപ്പോൾ ജോൺ ലോക്ക് അടുത്ത് എഴുതി വെച്ചേക്കണം. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഓക്കെ, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഓർത്തിരുന്നോളാം, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇനി തോമസ് പെയിൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അഥവാ ബ്രാക്കറ്റിൽ ഇംഗ്ലണ്ട്, ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം എന്താ? ഉറപ്പായിട്ടും അവർ അവിടെ നിന്ന് എന്ത് ചെയ്യണം? പോവണം. ഇല്ലെങ്കിൽ ഞങ്ങളത് പോക്കുമെന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓർത്തിരുന്നോളാം, ഇതാര് പറഞ്ഞാണ്? തോമസ് പെയിൻ. അടുത്തതായിട്ട്, കാരണം ഇതിൻ്റെ മുകളിലുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള അവർക്ക് നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പഠിച്ചേക്കണം. തോമസ് പെയിൻ എഴുതി വെച്ചേക്കണം കേട്ടോ. ഇനി വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. നല്ല രസമാണ് ഇത് കാണാൻ. ഏതാ വൻകരകൾ എന്നൊക്കെ മനസ്സിലായില്ലേ? ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ ജോർജിയ ഒഴികെയുള്ള കോളനികൾ. അപ്പോൾ കോളനികളുടെ അകത്ത് ജോർജിയ ഒഴിച്ചുള്ള ബാക്കിയുള്ള 12 കോളനികളും അവരുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എത്ര ആലോചിച്ചാൽ മതി? ഏത് വർഷം? 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എത്ര കോളനികൾ? 13 കോളനികളുടെ അകത്ത് ഒന്ന് ജോർജിയ ഇല്ല. അപ്പോൾ 12 കോളനികൾ. ഓക്കെ, ഇതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എഴുതി വെച്ചോളാം. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. എഴുതി വെച്ചോളാം, നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാം. എന്താണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്? ഏത് വർഷം? ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കി ഇരുന്നിട്ട് ഫാനിൻ്റെ സ്പീഡ് നോക്കാനല്ലാതെ നമുക്ക് PSC ഹാളിൽ വേറെ ഒന്നും ചിലപ്പം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആലോചിച്ച് നോക്കിയോളൂ. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഫറൻസ് എന്ന് പറയുന്നത് 1774 12 കോളനികൾ ഉൾപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ള നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വന്ന പ്രതിനിധികളെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നതില്ലേ, ഇവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലായല്ലോ. തുടർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം ഒരു നിവേദനം രൂപത്തിൽ ആർക്ക് നൽകാൻ തീരുമാനിച്ചു? ഇംഗ്ലീഷ് രാജാവിന് നൽകി. എന്നാൽ രാജാവ് എന്ത് ചെയ്തു? ഇതടിച്ചമർത്താൻ സൈന്യത്തെ അയച്ചു. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ആരുമായിട്ട് ഇംഗ്ലണ്ടും പിന്നീട് അമേരിക്കയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധത്തിന് കാരണമായില്ലേ? യുദ്ധത്തിന് വഴിതിരിച്ചു. ഇനി 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം വാഷിംഗ് നോക്കി വെച്ചോളാം കേട്ടോ. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അവിടെ ഒരു വ്യക്തി എന്ത് ചെയ്തു? സൈന്യത്തലവനായിട്ട് പ്രഖ്യാപിച്ചു. ആരാ? ജോർജ് വാഷിങ്ടൺ. ഇദ്ദേഹമാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ കഥകളൊക്കെ വരുന്നതെന്നുള്ളത്? ഇതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോകണം. അപ്പം 1774 ഫിലാഡൽഫിയയിലെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 12 കോളനികൾ. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടണിന്. അപ്പം
ഇവരെന്ത് ചെയ്തു, ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഫറൻസ് എന്ത് ചെയ്തു, ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യം, എന്താണ് കോണ്ടിനെൻ്റൽ ഇനി ഞാൻ പറഞ്ഞു തന്നാൽ മോശമാണ് അല്ലേ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാം കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ സൈന്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തലവനായിട്ട് ആരെ തിരഞ്ഞെടുത്തോ, ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുത്തു. ഈ സമയത്ത് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കയുടെ സംബന്ധിച്ച അല്ലെങ്കിൽ അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപരമായിട്ടുള്ള പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത് എഴുതി വെച്ചേക്കണം, മനസ്സിലായില്ലേ? ഇതൊന്നും ആർക്കും കിട്ടില്ല. എൻ്റെ ഈ ക്ലാസ് കാണുന്നവർക്കല്ലാതെ ആർക്കാണ് കിട്ടുക? ഇങ്ങനെയൊക്കെ ടെക്സ്റ്റ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നോർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഏതാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ ആരതാണ് എഴുതിയിട്ടുള്ളത്? എഴുതി വെച്ചേക്കണം. ഏതാ? തോമസ് പെയിൻ. ക്ലാസ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമുക്ക് ഒരുപാട് പേരുണ്ട്, പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഇല്ലേ? അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഇപ്പോൾ കൊറോണയൊക്കെ എക്സ്ട്രീമായി വരികയാണ്, പഠിക്കാൻ അത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ല, പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കോമൺ സെൻസ് എന്നുള്ള ലഘുലേഖ, ആ ലഘുലേഖയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ കോഡ്സ് എഴുതി വെച്ചേക്കണം, മനസ്സിലായില്ല? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് എന്നിട്ട് എന്ത് ചെയ്യുക, 2 പൂച്ചമാന്തിൻ്റെ അരി ഇങ്ങനെ എഴുതി വെക്കാം. കോമൺ സെൻസ്, തോമസ് പെയിൻ, അദ്ദേഹത്തിൻ്റെ എന്താണ്, ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇദ്ദേഹമാണ് കേട്ടോ ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റ് കോൺഗ്രസ് ലോകപ്രശസ്തമായിട്ടുള്ള ആ തീരുമാനം എടുത്തു. ഡേറ്റ് ചെയ്ത് വെച്ചേക്ക് മക്കളെ, പഠിച്ചോളണം കേട്ടോ. 1776 ജൂലൈ 4 പഠിച്ചേക്കണം. ജൂലൈ 4 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റ് കോൺഗ്രസ് ലോകപ്രശസ്തമായിട്ടുള്ള ആ തീരുമാനം അവരെടുത്ത്. എന്താ അവരുടെ തീരുമാനം എന്നറിയാം? ഇനി ബ്രിട്ടീഷുകാരുടെ ചവിട്ട് കൊള്ളാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്താ? സ്വാതന്ത്ര്യ പ്രഖ്യാപനം ലോകപ്രശസ്തമായിട്ടായി നമുക്കറിയാം അല്ലേ? എ ഡിക്ലറേഷൻ ഓഫ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഇൻ ജനറൽ കോൺഗ്രസ് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട? അപ്പം 1776 ജൂലൈ 4 അവർ ആ പ്രശസ്തമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി. ആരൊക്കെയാണ് ഈ പ്രഖ്യാപനം? അതോ ഈ കാണുന്നതാണ് അവരുടെ പ്രഖ്യാപനം. എഴുതി വെച്ചേക്കണം. ആരാ ഈ പ്രഖ്യാപനം നടത്തിയിട്ട് തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നവരെ എഴുതി തയ്യാറാക്കിയതാണ് ഏത്? പറഞ്ഞോളാം, ഏത്? അമേരിക്കൻ ഡിക്ലറേഷൻ ഇല്ലേ, അവരാ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് നടത്തി. ഏതാ? നോക്കിക്കോളാം. എപ്പോഴേ? ജൂലൈ 4. ഡേറ്റൊക്കെ പഠിച്ചേക്കണം, PSC ചോദിക്കും, ഉറപ്പാണ്, നിങ്ങൾ പ്രതീക്ഷിച്ചോ. ജൂലൈ 4 1776 തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ്റെ കീഴിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ അവിടെ വെറുതെ നോക്കിക്കോ? പറ. ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് അവിടെ വെറുതെ നോക്കി നിൽക്കോ? ഉണ്ടോ? കേൾക്കുന്ന പോലെ പറ, എനിക്ക് കേൾക്കാൻ പറ്റും, നിങ്ങൾ പറയാം ഇല്ല. സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് എന്ത് ചെയ്ത് പ്രതികരിച്ചു? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം, അഥവാ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും എഴുതി തയ്യാറാക്കിയിട്ടുള്ള ജൂലൈ 4 1776 അമേരിക്കൻ കോണ്ടിനെൻ്റ് കോൺഗ്രസിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ലോകപ്രശസ്തമായ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഇംഗ്ലണ്ടിലെ രാജാവ് ഇവിടുന്ന് ഒരു കത്തയച്ചിട്ട് തന്നെ അവരിങ്ങോട്ട് യുദ്ധത്തിന് വന്നിട്ടുണ്ട്. പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം 1700 എഴുതി വെച്ചേക്കണം 1781 അവസാനിച്ചു. ഈ അവസാനിച്ചത് 1781 അവസാനിച്ചു. യുദ്ധം അവസാനിച്ചു കേട്ടോ. 83 പിന്നീട് എന്ത് ചെയ്തു? പാരീസ് ഉടമ്പടി എഴുതി വെച്ചോ. എന്തിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം അവസാനിച്ചതെന്ന് ചോദിച്ചാൽ എഴുതി വെച്ചേക്കണം, പാരീസ് ഉടമ്പടിയുടെ പ്രകാരത്തിൽ. ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? 13
ആലോചിച്ച് നോക്കണം, 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. കണ്ട, എന്ത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അമേരിക്കൻ വിപ്ലവവും റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും ഒക്കെ പഠിച്ചാൽ നിങ്ങൾ ആരാണ്? അധ്യാപകരായില്ലേ അല്ലേ? അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്ത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളും സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫിലാഡൽഫിയയിൽ ചേർന്നിട്ട്. ഫിലാഡൽഫിയ ഒരു വീക്ക്നെസ് ആണല്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചു 1774 ഇംഗ്ലണ്ടിനെതിരെ നിയമനിർമ്മാണത്തിനെതിരെയും പ്രതികരിക്കാനായി അവർ ഒത്തുചേരിയിട്ടുള്ള സ്ഥലമാണ് ഫിലാഡൽഫിയ. അവിടെയാണ് 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നിട്ടുള്ളത് അല്ലേ. അതേ സ്ഥലത്ത് തന്നെ ഇവർ സന്തോഷം കൊണ്ട് പിന്നെയും കൂടി ചേർന്നു. എന്നിട്ട് അവിടെ ഭരണഘടന ആരുടെ നേതൃത്വത്തിൽ? PSC ചോദിച്ചിരിക്കുന്ന ചോദ്യം അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാന്നില്ലേ? ഇതാ ചെറുതാക്കി കൊടുത്തിരിക്കുന്നുണ്ട് ഇവിടെ. ജെയിംസ് മാഡിസൺ. ഓർത്തിരുന്നോളണം, ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന വ്യക്തിയിലെ 1789 പഠിച്ചേക്കണം. 1789 ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കായിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന തയ്യാറാക്കിയില്ലേ. ഭരണഘടനയിൽ ആർട്ടിക്കിളാണുള്ളത് അല്ലേ? ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട 12 ഭേദഗതികൾ അവിടെ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 12 ഭേദഗതികൾ. അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ ഭേദഗതികൾ അറിയപ്പെടുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ്. ആ 12 ഭേദഗതികൾ എന്ത് പേരിലാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മളുടെ ഈ മൗലികാവകാശത്തിൻ്റെ അടിത്തറ. അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഈ ആശയം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ നിന്നാണ്. അപ്പം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഒരു സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കി. ഇനി ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്താണ്? അമേരിക്കൻ ജനതയുടെ ഭരണഘടന നിർമ്മിച്ചത് ജെയിംസ് മാഡിസൺ 1789. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. 12 അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ നടത്തി. അത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എല്ലാം മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെടുന്നതോ അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങളാണ്. ഇത് എഴുതി വെക്കണം. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ എഴുതി വെച്ചോ. കാണും. നമ്മൾ PSC പഠിക്കുമെന്ന് പറഞ്ഞാൽ ടെൻഷനോടുകൂടി പഠിക്കരുത്. മനസ്സിലായില്ലേ? ടെൻഷനോടുകൂടി നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. നമ്മളെപ്പോഴും പഠിക്കേണ്ടത് എന്താണ്? ആസ്വദിച്ചിട്ട് പഠിക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയേ. ജൂലൈ 4 1776 അമേരിക്കൻ കോൺഗ്രസ് ഇല്ലേ, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ലോക പ്രശസ്തമായിട്ടുള്ള എല്ലാ മനുഷ്യരും തുല്യരായിട്ടാണ് എല്ലാവരും സൃഷ്ടിക്കുക അല്ലേ. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ജീവിക്കാനാകാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമുള്ള അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ തോന്നും, റെഡിയാണല്ലോ. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നോക്കാം. അടുത്ത PSC ചോദ്യം. അമേരിക്ക പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടണിനെയും തിരഞ്ഞെടുത്തു. ക്വസ്റ്റ്യൻ അല്ലേ, ആണ്. പഠിച്ചേക്കണം. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാ? ജോർജ് വാഷിങ്ടൺ. ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ, നമുക്കങ്ങ് പഠിച്ചുകൂടെ? യെസ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ. ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ. ഇനി എനിക്ക് ശേഷം പ്രളയം. PSC ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമല്ലേ, പഠിച്ചേക്കണം. ലൂയി 15 ചോദിച്ചതാ ഇനിയും ചോദിക്കും. ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ലൂയി 15. അടുത്തത്, ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 15. 14 കേട്ടോ, 14. ഇത് ലൂയി 16. ചോദ്യം ഉണ്ടല്ലോ. യെസ്, PYQ ആണല്ലോ, പഠിച്ചേക്കണം. മേരി അന്റോണിയറ്റ്. ഇത് ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ? ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ ചോദിക്കുമെന്ന് അറിയില്ല, നിങ്ങളത് പഠിച്ചേക്കാം. ഓക്കെ. പ്രധാനമായിട്ടും ഫ്രാൻസിൽ നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ട് 1754 മുതൽ 63 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ. ഫ്രാൻസിൻ്റെ അകത്ത് ഒരുപാട് വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പ്രധാനമായിട്ട് അവിടുത്തെ വിപ്ലവത്തിന് കാരണം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്രഞ്ച് സമൂഹം 3 വിഭാഗങ്ങളായിട്ടാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഇതെന്നെ നോക്കിയാൽ അറിയാം. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, 2 പ്രഭുക്കന്മാർ. മൂന്നാമത്തത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, ഇവരൊക്കെയായിരുന്നു. എല്ലാ നികുതികളിലും ഒന്നാമത്തെ ആൾക്കാരെ ഒഴിവാക്കി, രണ്ടാമത്തെ ആൾക്കാരെ ഒഴിവാക്കി. ഒന്നാമത്തത് സൈന്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവി,
രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ, അവർക്ക് ആഡംബര ജീവിതം, എല്ലാ കഷ്ടപ്പാടും ആർക്കാ? മൂന്നാമത്തേർക്ക്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും അവിടെ? നമ്മളൊരു വിഭജനം തന്നെ ഉണ്ടാവില്ലേ? ആരോട് എതിർക്കാനുണ്ടാകും? മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ, ഇവർക്കൊക്കെ ആരോട്? പ്രഭുക്കന്മാരും പുരോഹിതന്മാരോട് എതിർപ്പുണ്ടാവില്ലേ? അത് തന്നെയാണ് അവിടെ വിപ്ലവത്തിന് കാരണമായിട്ടുള്ളത്. പഠിച്ചേക്കണം. വോൾട്ടയർ പുരോഹിതന്മാരുടെയും ചൂഷണത്തെ പരിഹരിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ആര്? വോൾട്ടയർ. എഴുതി വെച്ചേക്കണം. റൂസോ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലായിടങ്ങളിലും ചങ്ങലകളാണ് എന്ന് പ്രസ്താവനയിലൂടെ പ്രസ്താവിച്ച സ്വാതന്ത്ര്യ ചിന്തകൻ എന്നറിയപ്പെടുന്നതാരാ? റൂസോ. ചോദ്യമുണ്ടല്ലോ, മുൻവർഷങ്ങളിൽ ചോദിച്ചതാണല്ലോ, പഠിച്ചേക്കണം. സ്വതന്ത്രമായി ജനിക്കുന്നു മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ആരാണ്? റൂസോ ആണ്. മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിനിർമ്മാണം. മൊണ്ടസ്ക്യൂ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്ത്? ഇത് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഡൗട്ട് ഉണ്ട് എന്നതാണ്. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്ന വിഭാഗത്തായിട്ട് വാദിച്ചില്ലേ? ഇപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന എന്താണ്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ടല്ലോ. യെസ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ആർട്ടിക്കിൾ 50 ഇല്ലേ? ഇപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ 3 കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ എന്താ സ്ഥിതി? ഇത് തന്നെയാണ്. നിയമനിർമ്മാണം വേറൊന്ന്, കാര്യനിർവഹണം വേറൊന്ന്, നീതിന്യായം വേറൊന്ന്. ഇതിങ്ങനെ ആവണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാ? മൊണ്ടസ്ക്യൂ ആണ് കേട്ടോ. ഇനി അടുത്തത് മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. അപ്പം ഈ മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയണത്? മൂന്നാം എസ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു ആ പുരോഹിതന്മാരും അവരും അല്ലാതെ ഇല്ലേ, അധ്യാപകർ, ബാങ്കർമാരൊക്കെയാണല്ലേ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ രാജാക്കന്മാരെയും പുരോഹിതന്മാരും പ്രഭുക്കാർക്കെതിരെ എന്ത് ചെയ്തു? ധൂർത്തിനെതിരെയൊക്കെ അവർ പ്രതികരിക്കാൻ തുടങ്ങി. അതീവ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളാവുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയ നികുതികളൊക്കെ ചുമത്താൻ തുടങ്ങി. 1789 ലൂയി 16 എന്ത് ചെയ്തു? സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു ചേർത്തു. ഓരോ എസ്റ്റേറ്റിലുള്ളവർക്കും ഓരോ വോട്ട് മതി എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്നപ്പോൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? അവർ വാദിക്കുകയും കാര്യങ്ങളും ചെയ്തു. മൂന്നാം എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ അവരെന്ത് ചെയ്തു? വളരെ ലഘുവായിട്ട് എടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അസംഘടിതത ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥ മൊത്തമായിട്ട് പ്രശ്നമായി കിടക്കുക. എന്താ? ആദ്യത്തെ 2 വിഭാഗക്കാരെന്ത് ചെയ്തു? സമ്പത്ത് ധൂർത്തടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പാപഭാരം മുഴുവൻ വരുന്ന ആരുടെ ഭാഗത്തേക്കാണ്? മൂന്നാമത്തെ വിഭാഗങ്ങളിലേക്കാണല്ലോ. ഇവരെല്ലാം കൂടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൂന്നാമത്തെ വിഭാഗങ്ങളെല്ലാം കൂടി അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിലേക്ക് മാറി. ഇവരിങ്ങനെ സമ്മേളിച്ചു. ഓക്കെ. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മൂന്നാമത്തെ ആൾക്കാർ അവിടെ വന്നു. സ്റ്റേറ്റ് ജനറലിൻ്റെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. ആ മീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് അവർ വന്നതാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിലേക്ക് സമ്മേളിച്ചു. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് അവരൊരു പ്രഖ്യാപനം നടത്തി, ഒരു പ്രതിജ്ഞ എടുത്തു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുള്ളൂ. എവിടെ വെച്ചിട്ട് അവർ പറയുന്നത്? ആ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ ആരാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റ് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാന്ന് നമുക്കറിയാലോ. ആരാ? ഇതാ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർ എന്നിവരടങ്ങുന്ന മധ്യവർഗം, കർഷകരും തൊഴിലാളികളും കയ്യെഴുത്തുകാർ. ഇവരെന്ത് പറഞ്ഞാൽ ആ ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് ഇവർ പറഞ്ഞു ഫ്രാൻസിനായിട്ടൊരു ഭരണഘടന നിർമ്മിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണ് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാനൊന്നും വേണ്ട, എന്താണെന്ന് ഓർത്തിരിക്കുക, മനസ്സിലാതെ ഓർത്തിരുന്നോ, പഠിച്ചേക്കണം. മനസ്സിലായില്ലേ? 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇനി മനസ്സിലായല്ലോ? ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർണിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ. മനസ്സിലായില്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കി വിപ്ലവകാരികൾ ബൂബർ
ഭൂപൻ രാജവാഴ്ചയുടെ പ്രതീകമായിട്ട് ബാസ്റ്റിൻ ജയിൽ തകർത്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇത് വെച്ചോളം 1789 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമല്ലേ? ആണല്ലോ, ആണ്. മനസ്സിലായില്ലേ? ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പം എന്ത് ചെയ്യട്ടെ, ഇതിൻ്റെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശം പ്രഖ്യാപിച്ച പാസ്സാക്കി. ഇനി അടുത്തത് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ 1789 ഒക്ടോബറിൽ എന്ത് ചെയ്തു, പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്തു, പ്രകടനം നടത്തി. ഏത്? വേഴ്സായിസ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബർ ആകുമ്പോഴേക്ക് ഓക്കെ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. ഏത്? 1792 ഓർത്തിരുന്നോളാം. തുടക്കം മുതൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഭീകരവാഴ്ച. അപ്പോൾ 1792 സെപ്റ്റംബറിൽ അവരെന്ത് ചെയ്തു, റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. 1792 അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ടോ, 1792 റിപ്പബ്ലിക്കായിട്ട് അവർ പ്രഖ്യാപിച്ചു. 93 എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ ഡാൻടൺ എഴുതി വെച്ചേക്കണം കേട്ടോ. മിറാബോ ഡാൻടൺ എന്നിവരായിരുന്നു ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. ആരാണോ ശത്രുക്കളായിട്ട് തോന്നുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ കടത്തുക. ഈ കത്തി പോലത്തെ സാധനമല്ലേ, ഇവിടെ വലിച്ചിടുന്ന സാധനം നേരെ വിടുക, കഴുത്തിലായിട്ട് കൊള്ളും. ഓക്കെ, ഇത്രയും നിഷ്കരണമായിട്ട് അവർ വധിച്ചു. ഇതിൻ്റെ ഇരകളായിരിക്കുന്ന ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി അൻറ്റോയിനറ്റും ഈ ഗില്ലറ്റിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഈ കിരാതനമായിട്ടുള്ള ഭീകർ, റെയിൻ ഓഫ് ടെറർ എന്നൊക്കെ പറയുന്നത് ഈ സാധനമാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇത് 1793 തുടങ്ങിയിട്ടുള്ളത്, ജൂലൈ തുടങ്ങിയിട്ടുള്ളത്, ഒരു വർഷമായിട്ട് നീട്ടും. അടുത്ത വർഷം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർഷം കണ്ണിൽ കാണുന്നവർ ആരാണോ, ശത്രുവായിട്ട് തോന്നുന്നത് ആരാണോ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ വധിക്കുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവസാനം ഇത് ഉണ്ടാക്കിയിട്ടുള്ള നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ പൊതു സുരക്ഷാ കമ്മിറ്റി നിർമ്മിച്ചിരിക്കുന്ന റോബ്സ്പിയറില്ലേ, അദ്ദേഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് ഈ ഗില്ലറ്റിന് അവസാനം ഈ റോബ്സ്പിയർ തന്നെ അവനാ കുഴിച്ച കുഴിയിൽ തന്നെ അവനാ വീഴുക എന്ന് പറയാല്ലേ, അവൻ കുഴിച്ച കുഴിയിൽ ആ പരിപാടി തന്നെ എന്ത് ചെയ്ത് ഈ റോബ്സ്പിയറും എന്ത് ചെയ്തു, ഈ ഗില്ലറ്റിന് ഇരയായിട്ടുണ്ട്. ഇതൊക്കെ അങ്ങ് എഴുതി വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. ഇതൊന്നും നമ്മൾ പഠിച്ചില്ലല്ലോ. നിങ്ങളിപ്പം പഠിക്കുകയാണ്. നാളെ ഒരു ദിവസം, നാളത്തെ ഒരു സൂര്യോദയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കേ കിട്ടും അത്, അല്ലേ? നിങ്ങൾക്ക് പോലെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്കേ കിട്ടും. ഇന്ന് നിങ്ങൾ കഷ്ടപ്പെടുക, നാളെ നിങ്ങളെ സർക്കാർ ജോലിയില്ലേ, ഓരോ മാർക്കിനും അതിൻ്റേതായ വിലയുണ്ടെന്നുള്ളത് ഈ +2 പ്രിലിംസ് SLC പ്രിലിംസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ ഇത് ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ മോളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു തരത്തിലും PSC ക്ലാസ്സുകളിൽ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല, ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. വർഷങ്ങൾ നീണ്ടിരിക്കുന്ന പഠനങ്ങളല്ല നമുക്ക് ഓരോന്നിനും വേണ്ടത്, അല്ലല്ലോ? അല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മളായിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? യെസ്, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവം 1754 മുതൽ 63 വരെ. ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള തന്ത്രപരമായി ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തിന് കണക്കാക്കി. ആരുമായിട്ട്? ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം നടത്താനായിട്ട് ടിപ്പു എന്ത് ചെയ്തു, ഫ്രഞ്ചുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, പൗരനായ
ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണം, അപ്പോൾ ടിപ്പുവിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ശ്രീരംഗപട്ടണം. സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഓക്കെ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിനിൽ, ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. എങ്ങനെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പുവിനെ സഹായിച്ചത് ആര്? ഫ്രഞ്ചുകാരാണല്ലോ. ഓക്കെ സിറ്റിസൺ ടിപ്പു എന്ന്, പൗരനായ ടിപ്പു എന്ന വിളിപ്പേര് സ്വീകരിച്ചു. ആര്? ഫ്രഞ്ചുകാരുടെ സഖ്യത്തിന് കണക്കാക്കി. അപ്പം ഫ്രഞ്ചുകാരുമായിട്ടുള്ള ഓർമ്മയ്ക്ക്, വിപ്ലവത്തിൻ്റെ ഓർമ്മക്കായിട്ട് ശ്രീരംഗപട്ടണത്തിൽ, അങ്ങനെയൊന്നും ചോദിക്കില്ല, ട്രീ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആര് എന്നാ ചോദിക്കുക. ടിപ്പു സുൽത്താൻ എന്ന് ഓർത്തിരുന്ന. ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ജാക്കോബിനിൽ അംഗമായിരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി ആരെന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ. അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, ടിപ്പു സുൽത്താൻ. അപ്പോൾ ജാക്കോബിൻ, ഇതൊക്കെ പുതിയ അറിവായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊക്കെ പുതിയ അറിവായിരിക്കും. നമ്മളൊക്കെ ഇത് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ഇത് ഇത്രയും പോയിന്റ്സുകൾ കിട്ടിയില്ലേ. അപ്പം 1754 മുതൽ 63 വരെ 7 years വാർ എന്ന് പറയും. അത് അവസാനിച്ചത് പാരീസ് ഉടമ്പടി പ്രകാരം. 7 years വാർ എന്തിൻ്റെ അവസാനമാണ് അവസാനിച്ചിട്ടുള്ളത്? 7 years വാർ, ഓർത്തിരുന്നോളൂ. പാരീസ് ഉടമ്പടി. അപ്പം ഇതാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ അല്ലെങ്കിൽ ഫ്രഞ്ചിൻ്റെ അകത്ത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളും സ്വതന്ത്രനായി ജീവിക്കുകയും ചെയ്യുന്നു. ഡിക്ലറേഷൻ ഓഫ് പിന്നെന്തോ വേറെന്തോ ഭാഷയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രഞ്ചിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി തീർന്നോ? ഇല്ല. നെപ്പോളിയനും ഫ്രഞ്ചുകാരും തമ്മിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു നോക്കാം. റൂസോ, അല്ല അടിപൊളിയാണല്ലോ, റൂസോ. അപ്പം ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള റൂസോ. അപ്പം എഴുതി വെച്ചേക്കണം, ഏത് ചിന്തകനാണ്? ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ തലയിൽ നോക്കും, ഉറപ്പാണ്. ഫ്രഞ്ച് ചിന്തകനായ റൂസോ, എഴുതി വെച്ചേക്കാം. അദ്ദേഹം ദേശീയ അസംബ്ലിക്ക് വേണ്ടി മനുഷ്യാവകാശ പഠനത്തിൻ്റെ ഫലമായി അദ്ദേഹം പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് റിട്ടൺ ബൈ ഹൂം? ആരാ? റൂസോ. അദ്ദേഹത്തിൻ്റെ ഈ പ്രസിദ്ധമായിട്ടുള്ള ഈ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പുസ്തകം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി. ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി ഇത് വെച്ചേക്കണ്ട, മോഡേൺ ഡെമോക്രസി. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് റൂസോയുടെ ബുക്കാണ്. റൂസോയുടെ ബുക്കാണെന്ന് ഓർത്തിരിക്കുക. മനസ്സിലായില്ലേ? ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത് റൂസോയുടെ ബുക്കാണ്. ക്ലിയർ ആണോ? റൂസോയുടെ ബുക്ക്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് റിപ്പീറ്റഡായി ചോദിക്കണം. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും തമ്മിൽ എന്താണ് ബന്ധം? ക്ലാസ് കേൾക്കുമ്പോൾ, ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേകിച്ചൊരു ബന്ധവും തോന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന രീതിയിലാണല്ലോ അവരിങ്ങനെ മുമ്പോട്ട് പോയിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നെപ്പോളിയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് കഴിയണം. അപ്പം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട്, നോക്കണം, ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ് ബ്രിട്ടൻ്റെ എതിരായിട്ട് ഫ്രാൻസ്, അപ്പോൾ ഇങ്ങനെയാണല്ലോ വരിക. അതെ, ഫ്രാൻസിന് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ യൂറോപ്യൻ സഖ്യത്തിന് നേരിട്ട് വിജയം വൽക്കരിക്കുന്നതിന് സുപ്രധാന പങ്ക് വഹിച്ചിരുന്നത് ആരായിരുന്നു? നെപ്പോളിയൻ ആയിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിലെ അധികാരം പിടിച്ചെടുത്തു. ആര്? 1799 നെപ്പോളിയൻ എന്ത് ചെയ്തു? ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രഞ്ച് ജനതയ്ക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കി. അതിനകത്ത് ഫ്രഞ്ച് വിപ്ലവം സമയത്ത് പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ, ലക്ഷ്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി. മനസ്സിലായില്ലേ? അപ്പം ഇതൊന്ന് നോക്കുക, ഡേറ്റ് ഓർത്ത് വെച്ചേക്കണം. കർഷകരെ കൃഷിഭൂമി ഉടമകളാക്കി. കണ്ടോ? അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പൊതുകടം ഇല്ലാതാക്കാൻ
സിംഗിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. എഴുതി വെക്കണം കേട്ടോ. സിംഗിങ് ഫണ്ട് എഴുതി വെക്ക്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിങ് ഫണ്ട് എന്നുള്ള പദ്ധതി ആരംഭിച്ചത് ആര്? നെപ്പോളിയൻ. പഠിച്ചേക്കാൻ പറ്റൂലേ? സിംഗിങ് ഫണ്ട് എന്ന പദ്ധതി ഉപയോഗിച്ചിരിക്കുന്നത് ആര്? നെപ്പോളിയൻ. ഇനി ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ ആവശ്യമില്ല. പുരോഹിതന്മാരുടെ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചിരിക്കുന്നത് ആര്? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചിരിക്കുന്നത് ആര്? നെപ്പോളിയൻ. എഴുതി വെച്ചേക്കണം, നെപ്പോളിയൻ. ഇതൊന്നും നമ്മൾ പുതിയ അറിവ് അല്ലേ? PSC ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചിരിക്കുന്നത് ആര്? കുറച്ച് ഫ്രാൻസിൻ്റെ അകത്തുള്ള അല്ലെ ഫ്രഞ്ച് ആരെങ്കിലുമൊക്കെ പേരും പരിചയമുള്ളത് നെപ്പോളിയൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ നിങ്ങൾ നെപ്പോളിയൻ എഴുതാൻ നിൽക്കോ? ഇല്ല. അപ്പം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചു. അപ്പം നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ജനങ്ങൾക്ക് വേണ്ടി ഏകാധിപതി ആയിരുന്നെങ്കിലും ജനങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ പ്രചോദനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എഴുതി വെച്ചില്ലേ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തൊരു കാര്യം മനസ്സിലായി? ജനങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നു. ആകെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? നെപ്പോളിയൻ എന്ന് പറയുന്ന ഏകാധിപതിയാണ്. ഒരാളെ കീഴിൽ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫ്രഞ്ചിൻ്റെ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കരണങ്ങൾ യൂറോപ്പിൽ എമ്മമാനം വ്യാപിക്കുമോ എന്ന പേടി ആർക്കുണ്ടായി? മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായി. സ്വാഭാവികമാണല്ലോ. ഈ ആശയങ്ങളെല്ലാം കൂടി വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും പ്രശ്നം വരുമല്ലോ. ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ടുകാരെന്ത് ചെയ്തോ? ഇംഗ്ലണ്ടിൻ്റെ നേരിൽ ചെങ്ങായിനെ അടിച്ചമർത്തണമല്ലോ അല്ലേ? നെപ്പോളിയനെ അടിച്ചമർത്തണ്ടേ? അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. അവർ നെപ്പോളിയനാണോ അവർ ഭേഷപ്പെടുത്തിയിട്ട്? അല്ല. നെപ്പോളിയൻ എന്തിലാണ് ആകൃഷ്ടനായിട്ടുള്ളത്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ അല്ലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയത്തിലാണല്ലോ നെപ്പോളിയൻ ആകൃഷ്ടനായിട്ടുള്ളത്. അവർ ഭയന്നിരുന്നത്, യൂറോപ്യൻ ശക്തികൾ ഭയന്നിരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെയാണോ? അതെ. അവരെ ആശയങ്ങളെയാണ് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ കർഷകർക്ക്, നമ്മൾ ആലോചിച്ച് നോക്കി, എന്താ രസം. കർഷകർക്ക് കൃഷിഭൂമിയുടെ ഉടമസ്ഥരാക്കി. എന്തിനെങ്കിലും പോണോ പിന്നീട്? പ്രത്യേക ഫണ്ട് ഉണ്ടാക്കുക, പൊതുകടം അതാക്കാൻ വേണ്ടിയിട്ട് റോഡുകൾ നിർമ്മിച്ച് പുതിയ ബാങ്ക് കൊണ്ടുവന്നോ? പുരോഹിതന്മാരുടെ പേരിൽ, ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ പേരിൽ നിയന്ത്രണം ഏകീകരിച്ചു, നിയമം ഉണ്ടാക്കി. പിന്നെ എന്താ പ്രശ്നമുള്ളത്? ഏകീകരിച്ചു. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സമത്വത്തിന് വേണ്ടിയിട്ട് പുരോഹിതന്മാർ എസ്റ്റേറ്റുകൾ ഇല്ലാണ്ടാക്കി. സാഹോദര്യത്തിന് പൊതുകടവും കാര്യങ്ങളും ഇല്ലാതാക്കുന്നുണ്ട്. ബാങ്കുകൾ കൊണ്ടുവരുന്നുണ്ട്. സാഹോദര്യം ഇല്ലേ? കർഷകരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. അവർക്ക് അവരെ ഭൂമിയായിട്ട് കൊടുത്തേച്ച്. നിങ്ങളാണ് അതിന് മുതലാളിമാർ. രണ്ടാമത്തെ സ്റ്റേറ്റും ഒന്നാമത്തെ സ്റ്റേറ്റും അല്ല അവിടെ ഉള്ളത്. പുരോഹിതന്മാരാണോ? അല്ല. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളാണ്. സാഹിത്യം, സാഹോദര്യം, സമത്വം. കണ്ടോ? ഇങ്ങനെ പഠിക്കണം. സന്തോഷപൂർവ്വം PSCകളെ എടുക്കുക. പഠിക്കുന്നത് ടെൻഷനും ആവലാതികളൊക്കെ മാറ്റി വെച്ച് നോക്കിയേ. എന്ത് രസമുള്ള പഠനമാണിത്. ഇങ്ങനെയൊക്കെ പഠിക്കാൻ 6 മാസം കൊണ്ട് നിങ്ങൾ സർവീസ് കയറും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എന്നപ്പോൾ യൂറോപ്യന്മാർക്ക് എന്താ മനസ്സിലായി? ഈ ചങ്ങാതിന് ഈ രീതിയിൽ നെപ്പോളിയൻ ഇതുപോലെ പറഞ്ഞ, നെപ്പോളിയൻ എന്ന് പറയുന്നല്ല, അദ്ദേഹം ആകൃഷ്ടനായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളാണ് പ്രശ്നങ്ങളായിട്ടുള്ളത് അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളാണ് പ്രശ്നങ്ങളായിട്ടുള്ളത്. ഈ ആശയങ്ങൾ എന്ത് ചെയ്ത് അവരെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ആ ആശയങ്ങൾ എന്ത് ചെയ്തു? 1815 യൂറോപ്യന്മാർ, നോക്കണം മക്കളെ കേട്ടോ, യൂറോപ്യന്മാരും ഈ നെപ്പോളിയൻ തമ്മിൽ യുദ്ധത്തിന് ഉണ്ടാകാൻ പറ്റി. യൂറോപ്യൻ ശക്തികൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ആരടിച്ചമർത്താം? നെപ്പോളിയൻ വളർന്നു കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ യൂറോപ്പിൽ വ്യാപിക്കുക. പിന്നെ യൂറോപ്യൻ ശക്തികൾക്ക് ഉണ്ടാവില്ല. ആ യുദ്ധമാണ് ഓർത്തിരുന്നോളാം 1815 നടന്നിട്ടുള്ള, നിങ്ങളെല്ലാവരും അറിയുന്ന, കാണാണ്ട് പഠിച്ചിട്ടുള്ള വാട്ടർലൂ യുദ്ധം. ഓർമ്മയുണ്ടല്ലേ? നമ്മളങ്ങനെ 1815 വാട്ടർലൂ യുദ്ധം, 1815 വാട്ടർലൂ യുദ്ധം. എത്രയായിരുന്നു വർഷം? 1815 വാട്ടർലൂ.
അവസാനം വാട്ടർലൂ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, 1815 ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചു? വളരെ സങ്കടത്തോടു കൂടി നമുക്ക് പറയാം നെപ്പോളിയൻ എന്ത് ചെയ്തു? ഇല്ലേ, ഒരു ഏകാധിപതി മരിക്കുന്നത് കൊണ്ട് വിഷമമുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു അധികാരം മരിക്കല്ല, നെപ്പോളിയൻ പരാജയപ്പെടുക. കണ്ടോ? അപ്പം എന്താണ് ഉണ്ടായിട്ടുള്ളത്? അവരൊരു ഏകാധിപതി നശിക്കുന്നതിൻ്റെതല്ല, അവിടെയുള്ള അവർക്ക് വേണ്ടി എന്താണ്, ആ നെപ്പോളിയനെ തകർത്തില്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആശയങ്ങളെ യൂറോപ്യനിൽ പകരും. യൂറോപ്യൻ ശക്തികൾക്ക് അത് പ്രശ്നമാവും അല്ലേ. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? യൂറോപ്യൻ സഖ്യത്തോടെ നെപ്പോളിയൻ സൈന്യത്തോട് എന്ത് ചെയ്തോ? പരാജയപ്പെട്ടു. പഠിച്ചില്ലേ നിങ്ങൾ? സമയങ്ങൾ ഒരുപാടാകുന്നുണ്ട്. ഞാൻ നോമ്പ് നോറ്റാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. പക്ഷേ അതൊന്നും നമ്മളൊരു പ്രശ്നമല്ല, നിങ്ങൾ പഠിക്കണം അല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ഒരു വർഷം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലാക്ക് എറ ഓഫ് ഇൻ മൈ ലൈഫ്. അതെനിക്ക് ഓവർകം ചെയ്യണം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. നിങ്ങളെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ, എന്നെ അറിയുന്നവർക്ക്, എന്നെ ഫോളോ ചെയ്തവരൊക്കെ നന്നായിട്ട് അറിയാം. അവസാനം ഒരു വർഷമായിട്ട് ഇന്നാക്റ്റീവ് ആയിരുന്നു നമ്മുടെ ചാനലെന്ന് പറയുന്നത് ഇല്ലേ. സോ മെനി പ്രോബ്ലംസ്, ഓക്കെ, ഇൻക്ലൂഡിങ് സോ മെനി കേസസ്. ഞാൻ പറഞ്ഞുതരാം ഒക്കെ പിന്നീട്. ഓക്കെ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്ക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. മാച്ചു പിക്ച്ചു, പെറു. മാച്ചു പിക്ച്ചു എന്ന സ്ഥലം പെറുവിലുള്ളതാണ്. ഫ്ലോർ നെരൂദ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഏടെങ്കിലും എഴുതി വെച്ചോളൂ. ഇതിനിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം അതിനി പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം പോക്കുന്നില്ല. പോസ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. പിന്നീട് മാക്സിം ഗോർക്കിയുടെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു നോവൽ ആണ് അമ്മ എന്ന് പറയുന്നത് കേട്ടോ. മാക്സിം ഗോർക്കി. അമ്മ എന്നുള്ള നോവൽ ആരെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അന്നേരം തെറ്റിപ്പോകാൻ നിൽക്കേണ്ട. മാക്സിം ഗോർക്കി. റഷ്യൻ വിപ്ലവം. ഇനി റഷ്യൻ ചലച്ചിത്ര സംവിധായകനായ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തിട്ടുള്ള വിഖ്യാത ചിത്രമാണ് സാർക്ക് ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ബാറ്റിൽ ഷിപ്പ് പൊട്ടിങ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്തെ പിടിച്ചടക്കിയിട്ടുള്ള 10 ദിവസം എന്ന പുസ്തകത്തിനെ ആധാരമാക്കിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളതാണ് സെർഗി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയില്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ കേട്ടോ. പോസ് ചെയ്തിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനിയാണ് കഥകളുടെ തുടക്കം. അപ്പോൾ നമ്മളിപ്പോൾ ഏതാട്ടിയുള്ള, നമ്മൾ ഫ്രഞ്ച് കഴിഞ്ഞ് പോന്നു. നമ്മളിപ്പോൾ ഏതാണ്? റഷ്യൻ വിപ്ലവം. യെസ്, എല്ലാം ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നത്. ചൈനീസ് കഴിഞ്ഞ് റഷ്യൻ കഴിഞ്ഞ്, ചൈനീസ് എത്തിയില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇനിയിപ്പം റഷ്യൻ വിപ്ലവമാണല്ലോ അല്ലേ. റഷ്യ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തിന്. അപ്പം ഇതിന് മുമ്പ് എന്തുകൊണ്ടല്ലോ, എന്താ ഉള്ളത്? ഇവിടെ കുറച്ചുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തിൽ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ ചിത്രീകരിച്ചു. ഇത് ഞാൻ അന്നേരം അടയാളപ്പെടുത്താത്തത് ഈ പേരുകൾ എഴുതി വെച്ചേക്കാം. റഷ്യൻ റവല്യൂഷൻ, റഷ്യക്കാരാണ് കേട്ടോ അത്. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, തെറ്റിപ്പോകരുത്. ഇത് ഏത് സാഹിത്യകാരന്മാരാണെന്ന് ചോദിക്കാറുണ്ട്. ഇവാൻ തുഗ്ലക്ക്, ആൻഡൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുഗ്ലനോവ്, ആൻഡൺ ചെക്കോവ്, റഷ്യക്കാർ കേട്ടോ. ഇനിയാണ് നമ്മളിവിടെ കഥകൾ ആരംഭിക്കുന്നത്. അവരുടെ കൃതികളൊക്കെ ചിത്രീകരിച്ചു. എന്താ? തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതം. എല്ലായിടത്തും വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാധാരണ ജനക്കാരെ ചവിട്ടി അരയ്ക്കുന്ന ഒരു രീതിയാണ് എല്ലാത്തിലും. നമ്മളിതുവരെ കണ്ടതിലൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ഇതെല്ലാം നമ്മൾ നോക്കുന്നത് സാഹിത്യകാരന്മാരുടെ അവരുടെ കൃതികൾ ചിത്രീകരിച്ചു. ഇനി കാറൽ മാർക്സ്, ഫെഡറിക് എങ്കിലും കൂടി ആവിഷ്കരിച്ചതാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ. എഴുതിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും കാറൽ മാർക്സും ഫെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ചതാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ അല്ലേ. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് തൊഴിലാളികൾക്ക്, നമുക്കറിയാം കാറൽ മാർക്സിൻ്റെ ആശിഷ്ടങ്ങൾ എന്താ പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ, വർഗസമരം എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ. അപ്പം എല്ലാവരും തുല്യരാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തൊഴിലാളികൾക്കുണ്ടല്ലേ, തൊഴിലാളികളുടെ രക്തം ഇങ്ങനെ തിളച്ചു അല്ലേ. തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ
നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്തു. സ്വാഭാവികമായിട്ടും തൊഴിലാളികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവില്ലേ? ഉണ്ട്. തൊഴിലാളികളുടെ ദുരിതം പരിഹരിക്കാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മാർക്സിസ്റ്റ് നയങ്ങളുടെ അധിഷ്ഠിതമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, എഴുതി വെച്ച് പറഞ്ഞു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പിന്നീട് ഈ പാർട്ടി എന്ത് ചെയ്തു? മെൻഷവിക്കുകൾ, ബോൾഷെവിക്കുകൾ എന്ന് രണ്ടായിട്ട് മാറി. അതായത് ഈ ഡെമോക്രാറ്റിക് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? മെൻഷവിക്കുകൾ, ബോൾഷെവിക്കുകൾ എന്ന് രണ്ടായിട്ട് മാറി. ഈ മെൻഷവിക്കിൻ്റെ നേതാക്കളാണ് അലക്സാണ്ടർ, കെരൻ, ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ, കെരൻസ്കിയ. ഓക്കെ, അലക്സാണ്ടറും കെരൻസ്കിയ. ഇവിടെ ലെനിനും ട്രോട്സ്കി. ഓക്കെ, ഇവരായിരുന്നു ബോൾഷെവിക്കിൻ്റെ ആയിട്ട്. അപ്പം ഡെമോക്രാറ്റിക് പാർട്ടി എന്തായിട്ട് മാറിയിട്ടുണ്ട്? രണ്ട് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഇല്ലേ? മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. അപ്പോൾ ഈ മെൻഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂനപക്ഷമാണ് കേട്ടോ, ന്യൂനപക്ഷം. ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂരിപക്ഷം. അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി, ഭൂരിപക്ഷം. ഓക്കെ, ഇത് ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം, മറ്റേത് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് പാർട്ടി എങ്ങനെയാണെന്ന് കഥകൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗ്ലസ്. എന്താ രസമല്ലേ? അടിപൊളി താടിയല്ലേ? ഇപ്പം മാക്സിം ഗോർക്കി മാത്രമേ താടിയില്ലാത്തുള്ളൂ അല്ലേ? എന്താണ് ഫ്രെഡറിക് എംഗ്ലസ്, സൂപ്പർ ലുക്ക്, ഇപ്പോഴത്തെ ഒരു നോജൻ ലുക്ക് അല്ലേ? അപ്പം വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. പിന്നീട് ഈ മെൻഷെവിക്ക്, ബോൾഷെവിക്കുകൾ എന്ന ഭൂരിപക്ഷം രണ്ടായിട്ട് പിരിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കണം. ലെനിൻ, ടോൾസ്റ്റോക്കി തുടങ്ങിയവരാണ് എന്ത് ചെയ്യുന്നത്? ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരിൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. 1905 എഴുതി വെച്ചേക്കണം കേട്ടോ. അതാ ഇവിടെ 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിന് റഷ്യക്കേറ്റ പരാജയം അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കി. ഇത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് തൊഴിലാളികൾ എന്ത് ചെയ്തു? പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലം, എവിടെയാ? പെട്രോഗാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1905 എന്ത് ചെയ്തു? 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിന് നേരെ എന്ത് ചെയ്തു? പട്ടാളക്കാർ വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇതാണ് രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച, ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. ബ്ലഡി സൺഡേയുടെ വർഷം ഓർത്തിരുന്നോളം ചോദ്യങ്ങൾ വരും കേട്ടോ. 1905 ജനുവരി 9. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികൾ സംഘങ്ങൾ റഷ്യയിലെമ്പാടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡി സൺഡേ എന്താണെന്നുള്ള കാര്യം മനസ്സിലായാലോ? വർഷം ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ തുടർന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്നുള്ള ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ചക്രവർത്തി നിർബന്ധിതനായി. ഏതാണ്? ദ്യൂമ. അപ്പോൾ ദ്യൂമ എന്ന് പറയുന്നത് റഷ്യൻ്റെ അകത്തുള്ളതാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ? റഷ്യ ദ്യൂമ എന്ന് പറയുന്ന നിയമനിർമ്മാണം. എന്തുകൊണ്ടാണ്? അവിടെ ഒരുപാട് പേര് മരണം സംഭവിച്ചല്ലോ അല്ലേ? ആ ഒരു യുദ്ധത്തിൽ തോറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അതിനെ ആ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുകയും ഇതിനെതിരെ ഭയങ്കര രോഷം കാര്യങ്ങളുണ്ടായി. ദ്യൂമ എന്ന് പറയുന്ന നിയമസഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധമായി. ചക്രവർത്തി മാത്രം ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അത് എന്ത് ചെയ്തു? ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചിരിക്കുന്നത് 1914 മുതലാണ് കേട്ടോ. 14 മുതൽ 18 വരെയാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായിട്ടുള്ളത്. ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പ് അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ
ദ്യൂമ എന്ന് പറയുന്നത് അവിടുത്തെ നിയമനിർമ്മാണ സഭയാണ് കേട്ടോ. ആ സഭയുടെ എതിർപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്തു, സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ, എഴുതി വെച്ചോളാം കേട്ടോ, നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു, യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. അങ്ങനെ 1918 യുദ്ധം അവസാനിക്കുന്നത്. 17 കൂടിയിട്ട് എന്ത് ചെയ്തു, ഭക്ഷണത്തിനുള്ള ദൗർലഭ്യം ഉണ്ടായി. അങ്ങനെ മാർച്ച് 8 1917 മാർച്ച് 8 എന്ത് ചെയ്തു, ആയിരക്കണക്കിന് സ്ത്രീകൾ എന്ത് ചെയ്തു, റൊട്ടിക്ക് വേണ്ടിയിട്ട് തെരുവീഥികളിൽ പ്രകടനം നടത്തി. എഴുതി വെച്ചേരണം, ഇത് നമുക്ക് ഭാവിയിൽ ആവശ്യം ഉണ്ടാവും. റൊട്ടിക്ക് വേണ്ടിയിട്ട് തെരുവീഥികളിൽ പ്രകടനം നടത്തി. ഈ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണത്തിൽ തൊഴിലാളികളും പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തതാണ് ഈ ദുരിതത്തിന് കാരണങ്ങൾ എന്നുള്ളത് സൈനികർക്കും ഈ കാര്യത്തിനൊക്കെ ഏകദേശം ധാരണകളുണ്ടായി അല്ലേ. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞു. ഈ പ്രശ്നം ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിക്കോളാസ് രണ്ടാമനാണല്ലോ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണല്ലോ രാജ്യത്ത് ഇത്രയും തരത്തിലുള്ള ഭക്ഷ്യക്ഷാമവും സൈനികർ മരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിനെ തുടർന്ന് എന്ത് ചെയ്തു, ഈ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, തൽസ്ഥാനത്തിൽ നിന്ന്, റഷ്യയുടെ സ്ഥാനത്തിൽ നിന്ന് പിന്മാറി. ഓക്കെ, അങ്ങനെ ഈ റഷ്യയിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, റഷ്യയിലെ മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള നമ്മൾ ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മെൻഷെവിക് നേതാവായിട്ടുള്ള നോക്ക് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് വന്നു. അപ്പോൾ ഇത് നിക്കോളാസ് രണ്ടാമൻ്റെ ശേഷം മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് വന്നു. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിക്കോളാസ് രണ്ടാമൻ മാറിയതിന് ശേഷം മെൻഷെവിക്കുകളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു താൽക്കാലിക ഗവൺമെൻറ് വന്നു. ഇതാണ് എന്ത് പറയുന്നത്, ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഫെബ്രുവരി വിപ്ലവം എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകാൻ നിൽക്കേണ്ട, എഴുതി വെച്ചേക്കണം. കാറൽ മാർക്സും ഫെഡറിക് ഏംഗൽസും കൂടി രൂപം നൽകിയ ആശയമാണ് മാർക്സിസം എന്ന് പറയുന്നത് അല്ലേ. ഒരു സമൂഹത്തിൽ നിലനിൽപ്പിനും ഉൽപാദനങ്ങളാണ് ആ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ അടിസ്ഥാനം എന്ന ആശയമാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ. തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പ്രവർത്തിക്കണമെന്നും ആഹ്വാനം ചെയ്തിരിക്കുന്നത് മാർക്സിസം എന്ന് പറയുന്നത്. നോട്ട്സ് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, മാർക്സിസത്തെക്കുറിച്ചൊക്കെ നല്ല ആശയങ്ങളാണല്ലേ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. PSCൻ്റെ ഉപരിയായിട്ട് നിങ്ങളൊക്കെ നാളെ ബ്യൂറോക്രാറ്റുകളൊക്കെ ആവേണ്ട വ്യക്തികളാണ്. അപ്പം നിങ്ങൾ ആ ഒരു ആശയങ്ങൾ, ആ ഒരു നിലനിൽപ്പ് എത്തുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളോടെയും കണ്ടറിഞ്ഞ് നമ്മളുടെ പഠനത്തിനും മികവുണ്ടാക്കുക. ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരാനുള്ള സാഹചര്യം വിശകലനം ചെയ്യുക. അപ്പോൾ ഒരു താൽക്കാലിക ഗവൺമെൻറ് എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇല്ലേ. ഒരു താൽക്കാലിക ഗവൺമെൻറ് രണ്ടാം നിക്കോളാസിൻ്റെ സ്ഥലത്തിൽ മെൻഷെവിക്ക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് വന്നു. സംഗതികൾ വിശകലനം ചെയ്തല്ലോ ഉണ്ട്. താൽക്കാലിക ഗവൺമെൻറ് റഷ്യയും സോവിയറ്റുകളും അംഗീകരിച്ചില്ല. പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കും. എന്തായാലും മെൻഷെവിക്കും ബോൾഷെവിക്കുകളുണ്ട്. റഷ്യയിലുള്ള സോവിയറ്റുകളുടെ ഒരു വിഭാഗം എന്ത് ചെയ്തു, ഈ താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ അംഗീകരിച്ചില്ല. പ്രശ്നങ്ങളായില്ലേ. ഈ സമയത്ത് സ്വിറ്റ്സർലാൻഡിൽ കൈയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി. അന്നപ്പോൾ എന്ത് ചെയ്തത്, ശക്തമായിട്ട് ലെനിൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ റഷ്യയിലുണ്ടായിരുന്ന താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ചു, അതിനെ എതിർത്തു. വിപ്ലവം അതിൻ്റെ നേട്ടമെത്തണമെങ്കിൽ മുഴുവൻ അധികാരങ്ങളും സോവിയറ്റുകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ബോൾഷെവിക്കുകൾ, ഭൂരിപക്ഷമുള്ള സോവിയറ്റുകൾ എന്ത് ചെയ്തു, ബോൾഷെവിക്കുകളും സോവിയറ്റുകൾ എന്ത് ചെയ്തു, ഈ ലെനിൻ്റെ പ്രഖ്യാപനത്തിന് കൂടി വന്നു. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂനപക്ഷപ്പുറത്തല്ലേ ഉള്ളത്, ബോൾഷെവിക്കുകൾ പുറത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്തത്, ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ ഭാഗത്തേക്ക് വരിക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ ആരാണുള്ളത്? അലക്സാണ്ടർ എന്നത് മെൻഷെവിക്. അലക്സാണ്ടർ മെൻഷെവിക്. പിന്നീട് ആരാ ഇപ്പുറത്ത് വരുന്നത്? ഇവിടെ ലെനിനുണ്ട്. പിന്നീട് ആരാ വരുന്നത്? ബോൾഷെവിക്. ഭൂരിപക്ഷമുള്ള ബോൾഷെവിക് ഉണ്ട്. പിന്നീട് ഏതാണുള്ളത്? സോവിയറ്റ് ഉണ്ട്. അപ്പോൾ ഇവരിപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡുണ്ട്. ഭൂരിപക്ഷം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ലെനിൻ്റെ ഭാഗത്താണ് ഭൂരിപക്ഷം ഉള്ളത്, ന്യൂനപക്ഷമല്ലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സോവിയറ്റുകൾ കൈകാര്യം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ആശയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടാണ് പ്രധാനമായിട്ടും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ജനങ്ങൾക്കിടയിൽ അസമത്വം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണത്തിന് മാത്രമേ അവിടെ കഴിയൂ എന്നത് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അവർ ആശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ എന്താ വെച്ചാൽ 1940 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. പ്രഭുക്കന്മാരുള്ള കൈമുള്ള കർഷകർ ഭൂമി വിതരണം ചെയ്തു. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്തായിട്ട് മാറി. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിന് സായുധ കലാപം ആരംഭിച്ചു. അപ്പം ഈ ബോൾഷെവിക്കുകളെ താൽക്കാലിക ഗവൺമെൻറ്, നമ്മളവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആരുടേതാണ്? അലക്സാണ്ടറിൻ്റെ മെൻഷെവിക്കുകൾ നടത്തുന്ന അതുണ്ടല്ലോ, അവർക്കെതിരെ എന്ത് ചെയ്തു? ഈ ബോൾഷെവിക്കുകൾ, അതിൻ്റെ അകത്തുള്ള ഭൂരിപക്ഷം ആൾക്കാർ എന്ത് ചെയ്തു? സായുധമായിട്ട് കലാപം ആരംഭിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്തു? രാജ്യം വിട്ട്. ആ താൽക്കാലിക നേതാവ് ഉണ്ടല്ലോ, അവരെന്ത്, ഈ കെരൻസ്കി ആണല്ലോ മെൻഷെവിക്കിൻ്റെ ആള്. ഇതൊക്കെ ഇങ്ങനെ ആരും പറഞ്ഞു തരൂല്ല കേട്ടോ, മെൻഷെവിക്കിൻ്റെ ആള്. അപ്പോൾ ഈ മെൻഷെവിക്കിൻ്റെ ആൾ എന്ത് ചെയ്തു? ഈ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ അന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇങ്ങനെയാണ് എന്ത് പറയുന്നത്? ഈ സംഭവമാണ് എന്ത് പറയുന്നത്? ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. എഴുതി വെച്ചേക്കണം, പഠിച്ചേക്കണം. മനസ്സിലായില്ലേ? ഒക്ടോബർ വിപ്ലവം എന്താണെന്ന് മനസ്സിലായില്ല? ഓക്കെ, റഷ്യൻ കലണ്ടർ പ്രകാരമാണ് കേട്ടോ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അത് മറ്റുള്ള കലണ്ടറുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഒക്ടോബർ വിപ്ലവം എന്ന് തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ലെനിൻ്റെ അധ്യക്ഷതയിൽ നേർന്നു. ലെനിനാണല്ലോ ഈ ആശയം പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ ഈ ലെനിൻ്റെ അധ്യക്ഷതയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ചേർന്നു. ഏതാ മനസ്സിലായില്ലേ? ലെനിൻ്റെ അധ്യക്ഷതയിൽ ഇത് ചേർന്നു. എന്താ? പുതിയ ക്യാബിനറ്റ് രൂപം നൽകി ലെനിൻ്റെ അധ്യക്ഷത. അങ്ങനെയാണ് റഷ്യയിലേക്ക്, അങ്ങനെയാണ് ഈ റഷ്യൻ വിപ്ലവം ഒക്കെ വരുന്നത്. അപ്പോൾ തുടർന്ന് ഈ സോവിയറ്റ് സമ്മേളനം ലെനിൻ്റെ അധ്യക്ഷതയിൽ നേർന്നു. ലെനിൻ ആരുടെ ഭാഗത്താണ്? ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലല്ലേ? യെസ്. അപ്പം ലെനിൻ്റെ കൂടത്തിൽ തന്നെയായിരുന്നു ഇവരും പറഞ്ഞിട്ടുള്ളത്. അപ്പം തുടർന്ന് ലെനിൻ്റെ അധ്യക്ഷതയിൽ ക്യാബിനറ്റിന് റഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരെന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു തുടങ്ങി. പൊതു ഉടമസ്ഥന് പ്രാധാന്യം നൽകി. കേന്ദ്രീകൃത ആസൂത്രണ പരിപാടികളൊക്കെ നടത്തി. അങ്ങനെ സാമ്പത്തിക ശാസ്ത്രീയ പുരോഗതികൾ വന്നു. അങ്ങനെ 1942 ഇതാ പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് USSR രൂപീകരിച്ചു. മനസ്സിലായില്ലേ? കാണാതെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളല്ല. 1942 എന്ത് ചെയ്തു? പുതിയ ഭരണം വന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോവിയറ്റ് ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു രാജ്യത്തുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ള USSR എന്നാണല്ലേ, DPSP എന്ന് പറയുന്നത്. അപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളുടെ അല്ലെങ്കിൽ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്തു? വന്നു. അടുത്ത ചൈനീസ് വിപ്ലവം 1945 മുതൽ 52 വരെയുള്ള കാലഘട്ടമാണ് കേട്ടോ. നോമ്പാണ് കേട്ടോ, അപ്പം അതുകൊണ്ടാണ് കുറച്ചൊരു എനർജി കുറവുള്ളത്. എന്നാലും ഒന്ന് സഹകരിക്കാം. ചൈനീസ് വിപ്ലവം, വിദേശാധിപത്യത്തിന് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ? ഒന്ന് ലൈക്ക് ചെയ്യണം. മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. അവർ പഠിക്കട്ടെ അല്ലേ? എല്ലാവരും പഠിക്കട്ടെ. നിങ്ങളെ മനസ്സ് വലുതാകുന്നതനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് നൽകും. ഓക്കെ, ചൈനീസ് വിപ്ലവം എന്ന് ഓർത്തിരിക്കുക. ചൈനീസ് വിപ്ലവം അപ്പം വിദേശാധിപത്യത്തിനും രാജ്യവാഴ്ചയ്ക്കും വരെയാണ് വിപ്ലവം നടത്തിയിരുന്നതാണ് അല്ലേ? ലോകത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല രസം അതുപോലെ തന്നെ ചൈനയിലും വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട്. എഴുതി വെച്ചേക്കണം 1945 മുതൽ 52 വരെയാണ് ചൈനീസ് വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. വളരെ രസത്തോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ രീതിയിൽ ഒരു സമൂഹത്തെ കൈപ്പിടിയിൽ കൊണ്ടുവരാൻ പറ്റും? ഒന്ന് അധികാരം ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും ഇല്ലേ? മറ്റൊന്ന് ലഹരി ഉപയോഗിച്ചിട്ട്. കറുപ്പ് വ്യാപാരം ഒന്ന് ഞാൻ വായിച്ചു തരാം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ. പട്ടിനൊക്കെ എന്താ വില അല്ലേ? യൂറോപ്പിലെ വളരെയധികം ജനപ്രീതി ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിലുള്ള ലാഭമുണ്ടായി. എന്നാൽ ചൈനയ്ക്ക് ഇറക്കുമതി ഇല്ലായിരുന്നു. ഇറക്കുമതി ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിൽ പണം കിട്ടുക. യൂറോപ്യൻ വ്യാപാരികൾക്ക് ഇത് സംഭവിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾക്ക് ചൈനയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ കറുപ്പ് ഇറക്കുമതി ചെയ്തു കൊടുത്തു. സ്വാഭാവികമായിട്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്ത് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിമകളായി. മാനസിക നില അവർക്ക് പ്രതികൂലമായിട്ട് ബാധിച്ചു. അത് അവരുടെ സാമ്പത്തികവും മാനസികമായിട്ടും തളർത്തി അവരെ അടിമകളാക്കി. കണ്ടോ ഏതൊക്കെ രീതിയിലാണല്ലേ ഒരു ജനതയെ തകർക്കാനുള്ള ലക്ഷ്യം വിദേശ ശക്തികൾ ഉണ്ടായിട്ടുള്ളത്, യൂറോപ്യൻ ശക്തികൾ ആ ഒരു കാലഘട്ടത്തിൽ ആലോചിച്ചു. തുറന്ന വാതിൽ നയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയെന്ന് ചോദിച്ചാൽ ഒറ്റ സെക്കൻഡ് അങ്ങ് പറഞ്ഞേക്കാം അമേരിക്ക കേട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാറ്റിൻ അമേരിക്ക ആ ഒരു രാജ്യം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. യൂറോപ്യൻ ഭാഗം അങ്ങോട്ട്, വലത്തേ ഭാഗം മറ്റേ ഇടത്തേ ഭാഗം എന്ന് ഓർത്തിരിക്കുക മാപ്പിൻ്റെ. 19ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോഴേക്കും നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സമയത്ത് അമേരിക്കയ്ക്ക് ഒരു രക്ഷയില്ല. അവിടെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റാം, നോ രക്ഷ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ചു തുറന്ന വാതിൽ നയമാണ് അമേരിക്കയുടേത്. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും തുറന്നു നൽകണം എന്ന തുല്യ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, അമേരിക്കയ്ക്ക് ചൈനയിൽ കയറാനുള്ള ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ കേട്ടോ. ഇനിയാണ് നമ്മളുടെ കലാപം എന്ന് പറയുന്നത്. ഓർത്തിരുന്നോളൂ, ചൈന അന്നേരം ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശമാണ്. ഏത്? മഞ്ചൂട്ടൻ. മഞ്ചു രാജവംശം എന്ന് ഓർത്തിരിക്കുക. ഇതാണ് മഞ്ചു രാജവംശം. ഇവരെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിദേശികളെ ആധിപത്യത്തിൻ്റെ നിലപാടാണ്. വിദേശികൾ എന്ത് പറയണം അത് ചെയ്തു കൊടുക്കുക. ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും എന്നാലല്ലേ വിപ്ലവം ഉണ്ടാവും. ഇപ്പം വിദേശികൾ പറയണ ഒന്നും കേൾക്കുന്നില്ല, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ട്, ആടെ വിപ്ലവം ഉണ്ടാവോ? ഇല്ല. മഞ്ചു രാജവംശത്തിൻ്റെ ഇടപെടൽ അനുകൂലമായിട്ട് സ്വീകരിച്ചപ്പോൾ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകളുണ്ട്. 1990 കാലഘട്ടത്തിൽ 1900 കാലഘട്ടത്തിൽ കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര എന്ന് പറയുന്നത്. ബോക്സർമാരുടെ മുഷ്ടി. ആലോചിക്കുക, ചൈനയിലെ അവരുടെ ആയോധന കല എന്നുള്ളത് ഇല്ലേ. അപ്പോൾ ഇതറിയപ്പെടുന്നത് ബോക്സർ കലാപം എന്നതാണ്. വർഷം ഒത്തിരിക്കുക എഴുതി വെച്ചേക്കണം. പിൻകാലത്ത് വിപ്ലവങ്ങൾക്ക് ഈ ബോക്സർ കലാപം എന്ന് പറയുന്നത് വളരെയധികം ശക്തി പകർന്നിട്ടുണ്ടായിരുന്നു. 1911 ഡോക്ടർ സണ്ണിയാട്സൻ്റെ നേതൃത്വത്തിൽ മഞ്ചു ഭരണം എന്നുള്ളത് നമുക്കറിയാലോ, വിദേശികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളൊരു ഭരണമാണ് കേട്ടോ. ആ ഭരണത്തിനെതിരെ ചൈനയിൽ സണ്ണിയാട്സൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അന്ത്യം കുറിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ദക്ഷിണ സന്യാസത്തിൻ്റെ നേതൃത്വത്തിൽ കുമിങ്താൻ പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിച്ചു. ഏതാ പാർട്ടി? കുമിങ്താൻ പാർട്ടി കേട്ടോ. കുമിങ്താൻ പാർട്ടി. ഇവിടെ ഉണ്ട് കേട്ടോ, കുമിങ്താൻ പാർട്ടി. കുമിങ്താങ് പാർട്ടി. സന്യാട്സനാണ് ഈ പാർട്ടിയുടെ നേതാവ്. കുമിങ്താൻ പാർട്ടി എന്ത് ചെയ്തു? മഞ്ചു രാജവംശത്തെ കീഴടക്കിയിട്ട് കുമിങ്താൻ പാർട്ടി വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ വളരെ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയപരമായിട്ട് വളരെ അംഗീകരിച്ച ആശയങ്ങളാണ്. മഞ്ചൂറിയൻ പ്രദേശങ്ങൾ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക വേണ്ടതാണല്ലോ സ്വാഭാവികമായിട്ടും. ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, നല്ല തീരുമാനം. മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യരായിട്ട് വിതരണം ചെയ്യുക. എപ്പോഴും നമുക്കറിയാം, ഇതുവരെ നമ്മൾ പഠിച്ച വിപ്ലവങ്ങളെല്ലാം ഇതേ ആശയങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഡോക്ടർ സണ്ണിയാട്സൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ചിയാങ് കൈഷക്ക് ചൈനയിലെ സൈനിക ഏകാധിപതി ഭരണം തുടക്കം കുറിച്ചു. ചിയാങ് കൈഷക്ക് കേട്ടോ. ചൈന റിപ്പബ്ലിക് ആണ് 1949 ഒക്ടോബർ. ഞാൻ പറഞ്ഞുതരാം, ഒക്ടോബർ 1.
അപ്പം റിപ്പബ്ലിക് എങ്ങനെയാണ് ചൈന റിപ്പബ്ലിക് ആകുന്നതെന്നാണ് ചിയാങ് കൈഷക് എന്ന് പറയുന്ന ചൈനയിലെ സൈനിക ഏകാധിപത്യ ഭരണം കുറച്ചു. കമ്മ്യൂണിസ്റ്റുകളുടെ സഹകരണം ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികളിൽ നിന്ന് ചൈനയിൽ യഥേഷ്ടം ഇടപെടാനുള്ള അവസരം ഒരുക്കി. ചൈനയിലുണ്ടായ കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായം, ബാങ്കിങ്, വിദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ചിയാങ് കൈഷക്കിൻ്റെ ലൂടെ അമേരിക്കയൊക്കെ ആയിരുന്നു. ഈ നയങ്ങളെ സ്വാഭാവികമായിട്ടും ആരെതിർക്കും? കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ, കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തു. അപ്പോൾ ഈ സമയത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവായിട്ടുള്ള മാവോ സേ തുങ്, നമുക്കറിയാലോ മാവോ സേ തുങ്, ഈ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രവർത്തിച്ചു, മാവോ സേ തുങ്. ഓക്കെ, തുടർന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാവോ സേ തുങ് ഉയർന്നു വന്നു. 1934 മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ കിയാങ് സിയങ്ങിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ഞാൻ പറയുമ്പോൾ ഏതാണ് ആ യാത്ര എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള മാവോ സേ തുങ്. എന്താണ് ആ യാത്രയുടെ പേരെന്ന് ചോദിച്ചാൽ ലോങ് മാർച്ച്. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിദേശാധിപത്യത്തിനെതിരെ, ചിയാങ് കൈഷക്കിനെതിരെ, ഏകാധിപത്യത്തിനെതിരെ ജനങ്ങൾ പോരാടാനുള്ള ഒരു പ്രതീകമായിട്ട് വളർന്നു വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ജനതയുടെ പോരാട്ട വീര്യത്തിന് ഉയർന്നു വന്നു. മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചാണ് ചുവന്ന സേന, അല്ലെ, ചുവപ്പ് സേന കുമിങ്താൻ ഭരണത്തിലെത്തി. ചിയാങ് കൈഷക് നമുക്കറിയാം എല്ലാ ഈ ഏകാധിപതികളാണെങ്കിലും അവസാനം അവരെ എവിടെയെങ്കിലും രക്ഷപ്പെടുകയാണല്ലോ ചെയ്യുക. ചിയാങ് കൈഷക് എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടി. തുടർന്ന് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത്, ഈ ഡേറ്റ് ഓർത്തിരുന്നോളൂ, 1949 ഒക്ടോബർ 1-ാം തീയതി ചൈന റിപ്പബ്ലിക്കായിട്ട് മാറി. എന്താ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയില്ലേ? ഇത്രയും കാലം ഇത്രയും നല്ല രീതിയിൽ ഭാഗങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എത്ര പേര് ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്? ഇല്ലല്ലോ, ഇല്ല. ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എത്ര പുതിയ അറിവുകൾ. ഇഷ്ടമില്ലാതിരുന്ന വേൾഡ് ഹിസ്റ്ററിയാണത്. പല പല ഭാഗങ്ങളുണ്ട്. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് നമ്മൾ വിജയിക്കും. ഈ പ്രാവശ്യത്തെ പരീക്ഷകൾ നമ്മൾ ക്രാക്ക് ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, ലോകത്തെ മാറ്റിമറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മനസ്സിലേക്ക് ഓർത്തിരിക്കണം. എന്താ? ഇംഗ്ലണ്ടിൻ്റെ കോളനിവൽക്കരണം, 13 കോളനികൾ ഓർത്തിരിക്കുക, അല്ലേ? ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ, പേരുകൾ മനസ്സിലേക്ക് വന്നില്ലേ? വർഷങ്ങൾ വന്നില്ലേ? ഫ്രഞ്ച് വിപ്ലവം എന്താ? ഞാൻ പറയുന്നില്ല, ആലോചിച്ച് നോക്കി. സ്വേച്ഛാധിപത്യം, ഫ്യൂഡൽ, 3 എസ്റ്റേറ്റുകളില്ലേ? വോൾട്ടർ റൂസോ, മൊണ്ടസ്ക്യോ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സ്പെയിൻ പോർച്ചുഗലിൻ്റെ ആധിപത്യത്തിനെതിരെ ഫ്രാൻസിസ്കോ, അല്ലേ? സെമൻ ബൊളിവർ, മാർട്ടിൻ. റഷ്യൻ വിപ്ലവം, രാജവാഴ്ചക്കെതിരെ കെരിൻസ്കി, ലെനിൻ, ടോൾസ്റ്റ്. ചൈനീസ് വിപ്ലവം, വിദേശാധിപത്യത്തിനെതിരെ, ഫ്യൂഡൽ വ്യവസ്ഥരെ, മഞ്ജു രാജവംശത്തിനെതിരെ, സണ്ണിയാട്സൻ, മാവോ സേ തുങ്. പഠിച്ചില്ലേ? പഠിച്ച എത്ര പേരുണ്ട്? എത്ര പേരെ ഇനി ലൈക്ക് ചെയ്യാത്തുള്ളത്? ഓക്കെ, എനിക്കൊരാഗ്രഹം എന്ന് പറയുന്നത്, ഒരുപാട് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് എന്താ പറയുക 10,000 കണക്കിന് ലൈക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാഗ്രഹം എന്ന് പറയുന്നത് 1,000 ലൈക്ക് കിട്ടാനാണ് ആഗ്രഹമുള്ളത്. നിങ്ങൾ ആരെങ്കിലും തരുമോ? 1,000 ലൈക്ക്. 1,000 ലൈക്ക് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കമൻറ്റ് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു 5 നിങ്ങളുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു 5 പുതിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് മനസ്സിലുള്ള ഒരു 5 ചോദ്യങ്ങളുടെ പുതിയതായിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള അറിവുകൾ കമൻറ്റ് ചെയ്യുക. ലാറ്റിൻ അമേരിക്കൻ്റെ അകത്തുള്ള ഒരു 5 പുതിയ അറിവുകൾ, റഷ്യൻ വിപ്ലവത്തിൻ്റെ അകത്തുള്ള ഒരു 5 പുതിയ അറിവുകൾ, ചൈനീസ് വിപ്ലവത്തിൻ്റെ അകത്തുള്ള ഒരു 5 പുതിയ അറിവുകൾ. ഉത്തരങ്ങൾ മാത്രം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ ഓർത്തെടുത്തിട്ട് 25 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം പുതിയ രീതിയിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിയിൽ മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഉണ്ട് ഒരു ചുവന്നൊരു ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയണം, അല്ലേ? അത് ക്ലിക്ക് ചെയ്യാത്തവരെന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഇവിടെ ഉണ്ടാവും, അത് സബ്സ്ക്രൈബ് എന്നാണ് ഉണ്ടാവുക. ഓക്കെ, സബ്സ്ക്രൈബ്ഡ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട. സബ്സ്ക്രൈബ് എന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇടുക. ചുവപ്പ് ബട്ടണിലാണെങ്കിൽ കാണുന്നത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. മാക്സിമം നിങ്ങൾ കൂട്ടുകാരൊക്കെ ബന്ധിച്ചു. കാരണം എന്താ വെച്ചാൽ കൊറോണയാണ്, പഠിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്, അല്ലേ?
നിങ്ങൾക്ക് ഞാൻ ഈ നോമ്പ് കാലത്ത് എടുത്തു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ എത്തിക്കില്ലേ? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത്. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും. നല്ല രീതിയിൽ നിങ്ങൾ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കുകയും കാര്യങ്ങളും ചെയ്യുക. ഞാൻ മുമ്പ് ചെയ്ത ക്ലാസ്സിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതൊന്ന് കയറി കണ്ട് പഠിക്കുകയും കാര്യങ്ങളും ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു മറന്നു വേണ്ട, ഒരു 1000 ലൈക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോയുടെ മാക്സിമം എത്ര റീച്ച് കിട്ടുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഞാൻ കാണട്ടെ. നമ്മൾ ഒരു ലക്ഷ്യം, ഈ പ്രാവശ്യം നമ്മൾ PSC ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചാലും 95 into 100 ഇടക്ക് 5 ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് കിട്ടൂല എന്ന് വിചാരിക്കുക. 95 ക്വസ്റ്റ്യൻസുകളെ ഞാൻ നേടുമെന്ന് ഉറപ്പുള്ളവർ കമൻറ്റ് ചെയ്തേ. 95 ക്വസ്റ്റ്യൻസുകളെ ഞാൻ നേടുമെന്നുള്ളവർ കമൻറ്റ് ചെയ്തേ. ഈ പ്രാവശ്യം ഉറപ്പായിട്ട് നേടണം കേട്ടോ. ഉറപ്പല്ലേ? നേടൂലേ? ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് പഠിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ജോലി, നമ്മളൊരു സ്വപ്ന ജോലി, നിങ്ങൾ ഏത് ജോലിയാണോ എല്ലാ ജോലിക്കും ഇത് ആവശ്യമാണ് കേട്ടോ. BSCയുടെ അടിസ്ഥാന രീതി എന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് നമ്മളൊരു നല്ല ഉയരത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തുമെന്ന് എനിക്കറിയാം. ബെസ്റ്റ് വിഷേഴ്സ്, സ്റ്റഡി വെൽ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 88 93 0 88 933 കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിനി MK. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.